ശ്രീ രാജു പി നായർ, നിങ്ങൾ കണ്ണടച്ചതുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഇരുട്ടാവില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ചോദ്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കേട്ടില്ലേ? ഇതിൽ പരം ഈ രാജ്യദ്രോഹികളെ ഈ രാജ്യത്ത് വെച്ചോണ്ടിരിക്കാവോ? അവർക്ക് ഇതുണ്ടായിരിക്കാം, പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഒരു ഹിന്ദു മുസ്ലിം വിഷയമല്ല. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റും. ഏത് സംഘർഷമുണ്ടായാലും പ്രധാനമായിട്ടും അത് മതപരമായി മാറ്റി തീർക്കാൻ പാകിസ്ഥാൻ എക്കാലത്തും ശ്രമിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ മതേതര രാഷ്ട്രമാണ്, പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ്. അതിനകത്ത് ഭീകരതയ്ക്ക് മതമുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അശ്ലീലമാണെന്നാണ് എൻ്റെ അഭിപ്രായം. മതമുണ്ട്. ഇപ്പൊ കണ്ടോ, തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടി അടിക്കോയ. തൈബ ഒരു ഇസ്ലാമിസ്റ്റ് സലഫി ജിഹാദിസ്റ്റ് പ്രസ്ഥാനമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഐഡിയോളജി ഉണ്ട്. അതുകൊണ്ട് ആ ഐഡിയോളജി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആയിട്ട് തന്നെ കാണണം. ഒരു തീവ്രവാദ സംഘത്തെയും ഒരു സംഘടിത കുറ്റവാളി സംഘത്തെയും തമ്മിൽ വേർതിരിച്ചു നിർത്തുന്നത് അതിൻ്റെ ഐഡിയോളജിയാണ്. അതുകൊണ്ട് കാശ്മീരിൽ പ്രവർത്തിക്കുന്ന, ഇന്ന് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങൾക്ക് പ്രധാനമായിട്ടും റിലീജിയസ് ഐഡിയോളജിയും എത്നിക് ഐഡിയോളജിയാണുള്ളത്. Is it convenient and comfortable for you? കൂ ക്ലസ് ക്ലാൻ എന്ന് പറയുന്നത് ഒരു വംശീയ ഭീകര സംഘമാണ്. കാരണം അവരുടെ ഐഡിയോളജി വംശീയതയാണ്. അതേസമയം ഈ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടന്ന് ഇന്ത്യയിൽ അക്രമം നടത്തുന്ന ഭീകര സംഘങ്ങൾക്ക് മതമുണ്ട്. അവര് ജിഹാദിസം എന്ന ഐഡിയോളജിയാണ് മുന്നോട്ട് വെക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല.